നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പൗരത്വ നിയമം ഇടതുവലതു മുന്നണികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് NDA സ്ഥാനാർത്ഥി CR പ്രഫുൽകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലും നിയമം നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഇത്ര ക്ലോസ് ആയിട്ടുള്ളൊരു പ്രസ് മീറ്റ് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ പേരാമ്പ്ര മണ്ഡലത്തിലെ പര്യടന പരിപാടികൾ ആരംഭിച്ചു. ഞങ്ങളുടെ ഒന്നാം ഘട്ട പര്യടന പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 14 സംഘടനാ മണ്ഡലങ്ങളാണ് BJPക്ക് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. ആ 14 സംഘടനാ മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കീ വോട്ടർമാർ, സാമുദായിക നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബലിദാനികളായിട്ടുള്ള നിരവധി ആളുകൾ, ഈ പ്രത്യേകിച്ച് പാനൂര്, കൂത്തുപറമ്പ്, തലശ്ശേരി ആ മേഖലകളിലൊക്കെ ഉണ്ട്. ആ ബലിദാനികളുടെ വീടുകൾ സന്ദർശിച്ച് അതായിരുന്നു ഒന്നാം ഘട്ട പരിപാടികളുടെ ഭാഗമായിട്ട് ചെയ്തത്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് തലത്തിലുള്ള നിശാശില്പശാലകൾ, മണ്ഡലം തല ശില്പശാലകൾ, പാർലമെൻറ്റ് കൺവെൻഷൻ തുടങ്ങി എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നാളെ പാർലമെൻറ്റ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ വടകര വെച്ച് നടക്കുകയാണ്. ഏതായാലും പൂർണ്ണ സജ്ജമായി NDA ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വാർത്തകൾ, കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് കടന്നു വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ്, ഇത് പത്മജയുടെ മാത്രം കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിൽ കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ, ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി പോലുമല്ല. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ളത് കണ്ടറിയണം. അതാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ആശാവഹമായിട്ടുള്ള ഒരു കാര്യവും കോൺഗ്രസിന് ഇനി ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളും ഒരേ മുന്നണിയുടെ ഭാഗമാണ്. വാളയാർ ചുരത്തിനപ്പുറത്ത് ഒരേ തൂവൽ പക്ഷികളാണ്, ഒരുമിച്ച് പോകുന്നവരാണ്, ഒരുമിച്ച് മുന്നേറുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതോ CPMന് വോട്ട് ചെയ്യുന്നതോ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ്, ഇവരുടെ ഈ ഒത്തൊരുമ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടകര പാർലമെൻറ്റ് മണ്ഡലം എന്നും വികസന മുരടിപ്പിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് വടകര ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്ത് വികസനമുണ്ട് വടകരയിൽ? നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ വടകരയുടെ വികസനം ഈ വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അഴിമതി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കോവിഡ് കാലത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയത് വടകരയിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. നിങ്ങൾ എത്ര ആലങ്കാരികമായിട്ട് എന്തമ്മ എന്ന് വിളിച്ച് ബിംബവൽക്കരണം നടത്തിയാൽ കോവിഡ് കാലത്ത് കേരളം കണ്ടതാണ്. നമ്മൾ കോവിഡ് കാലത്ത് ജോലിക്ക് പോകാൻ സാധിക്കാതെ അടച്ച് പൂട്ടി മൊബൈലിരുന്ന സമയത്തും, പ്രാർത്ഥിച്ചിരുന്ന സമയത്തും, ജനങ്ങൾ മുഴുവൻ അത്ര കഷ്ടപ്പെട്ട സമയത്തും എങ്ങനെയാണ് ഇത്തരത്തിൽ കോടികളുടെ അഴിമതി നടത്താൻ സാധിച്ചത്? ഏറ്റവും സമർത്ഥമായി അഴിമതി നടത്താൻ കഴിയുന്ന മന്ത്രിയായിരുന്നു, ഏറ്റവും സമർത്ഥമായി, അല്ലേ? അത് പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറും. മറ്റൊന്ന്, UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ആദ്യം ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, പകരം ഒരാൾ വരുന്നു. ആ ആൾ പറഞ്ഞത് ആദ്യം മാധ്യമങ്ങൾ പലരും, നിങ്ങൾ തന്നെ പറഞ്ഞത്, എനിക്ക് വടകര വേണ്ട എന്നാണ് പറഞ്ഞത്. വടകരക്കാർ പറയുന്നു വടകരയെ വേണ്ട എന്ന് പറഞ്ഞ ആളെ വടകരയ്ക്കും വേണ്ട എന്ന് വടകരയിലെ ജനങ്ങൾ കൃത്യമായിട്ട് പറയും. വടകരയെ വേണ്ട എന്നാണല്ലോ പറഞ്ഞത്. ഇനി വടകരയ്ക്കും വേണ്ട എന്നുള്ളത് വടകരക്കാർ പറയും. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ CPMും കോൺഗ്രസും കാണിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള പ്രവണതകളാണ്. പൗരത്വ ഭേദഗതിയുടെ പേരിൽ, അത് ആ നിയമത്തിൻ്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള ഭീതി വിതക്കുകയാണ്. നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു,
അല്ലേ? ആയിരക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാക്കിയാണ്. ഈ രാജ്യത്തെ ഒരൊറ്റ മുസ്ലിങ്ങൾക്ക് പോലും 18 കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഓടിപ്പോകേണ്ടി വരില്ല. ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടുത്തെ മുസൽമാനും എല്ലാം ഇവിടെ ഒരേ നിയമമാണ്, ഒരേ നീതിയാണ്. എന്തിനാണ് ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്നത്? മുസ്ലിം പ്രീണനത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ, എന്ത് നെറികേടും ചെയ്യാൻ, എന്ത് അസത്യവും പ്രചരിപ്പിക്കാൻ ആ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ്. നമുക്ക് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അത്തരം രാജ്യങ്ങളിൽ കൊടിയ പീഡനത്തിനിരയാവുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമം, അതിൻ്റെ പേരിൽ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അത് ബാധിക്കാൻ വേണ്ടി പോകുന്നത്? അനാവശ്യമായ ഭീതി ഉണ്ടാക്കുകയാണ്. പിണറായി വിജയൻ പറയുന്നത് ഇത് നടപ്പിലാക്കില്ല. ആരെ പറ്റിക്കാനാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് പിണറായി വിജയൻ ഇത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുക? കേരളത്തിന് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളൊന്നുമില്ല. ഒരു കേന്ദ്ര നിയമം പാസ്സാക്കിയാൽ അത് കൃത്യമായി നടപ്പിലാക്കേണ്ടി വരും. ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത്, ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, ഇവിടുത്തെ ഹിന്ദുവിനെ പോലെ എല്ലാ അവകാശമുള്ളവരുമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അങ്ങനെ ആരും പാർഷ്വാലിറ്റിയും ഇല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും ഒരേ അവകാശമുള്ളവരാണ്, ഒരേപോലെ തന്നെയാണ്. ഒരാളെയും മാറ്റി ഓടിക്കാൻ പറ്റില്ല, അതിന് സമ്മതിക്കില്ല. അപ്പം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു, വലിയ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി. നിങ്ങളൊക്കെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളൊക്കെ ഇത് ഓടിക്കാൻ പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ശ്രമം എത്ര ഹീനമാണ്, എത്ര അപലപനീയമാണ്. അതുകൊണ്ട് ഇത് വലിയ കനത്ത വില നൽകേണ്ടി വരും. ഇത്തരത്തിലുള്ള വിഭാഗീയതയുടെ വിത്തുകൾ ഇവിടുത്തെ മുസ്ലിം മത സമൂഹത്തിൻ്റെ ഉള്ളിൽ വിതച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. പിണറായി വിജയന് ഈ നിയമം നടപ്പിലാക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങിയത് ആദ്യം കേരളത്തിലാണ്. അതൊന്നും പിണറായി വിജയൻ മറന്നു പോകണ്ട. അതുകൊണ്ട് ഇതൊക്കെ തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഈ പ്രാദേശിക വിഷയങ്ങളിൽ ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് വീടുകളിൽ സമ്പർക്കം ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിലെ ആളുകൾ പറയുകയാണ്, ഇപ്പോൾ ഒരു തെരു, ആ തെരുവിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ മൊയ്പോത്ത് അല്ലേ, മാണിക്കോത്ത് തെരു. മാണിക്കോത്ത് തെരുവിലെ ഒത്തിരി പേർ കൈത്തറി നെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് കഴിഞ്ഞ 8 മാസമായിട്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല. 8 മീറ്റർ യൂണിഫോം ഞങ്ങൾ ഡെയിലി നെയ്യും, അത് സർക്കാരിന് കൊടുക്കുന്നുണ്ട്, LBവിന് കൊടുക്കുന്നുണ്ട്. 8 മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു ചില്ലി കാശ് പോലും കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ യൂണിഫോമും കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള 300ഓളം ആളുകൾ ഞങ്ങളുണ്ട്. എവിടെ? ഈ പ്രദേശങ്ങളിൽ മാത്രം. ആയിരക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങളുടെ മൊത്തം സൊസൈറ്റിയിൽ. എന്താണ് സർക്കാർ കാണിക്കുന്നത്? ഈ പാവപ്പെട്ട കൈകൊണ്ട് നെയ്യുന്ന തറയിൽ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ രാത്രി വരെ നെയ്ത് 8 മാസമായിട്ട് അവർക്ക് വസ്ത്രം കൊടുത്തിട്ട്, യൂണിഫോം കൊടുത്തിട്ട് അതിൻ്റെ പണം പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കാണിക്കുന്നത്? പട്ടിണിയിലാണ് പല കുടുംബങ്ങളും. പട്ടിണി, വലിയ ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യത്തിലാണ്. കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ക്ഷേമ പെൻഷനുകളില്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല, കടം വാങ്ങിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വിഷയമാണ്. ചിരിക്കുന്ന മുഖത്തോടു കൂടി വോട്ടർമാരുടെ അടുത്ത് വരുന്ന സ്ഥാനാർത്ഥികളോട് വോട്ടർമാർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എപ്പോൾ പൈസ കിട്ടും, ഞങ്ങളുടെ ക്ഷേമ പെൻഷൻ എപ്പോൾ കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര ഒരു വലിയ മാർക്കറ്റാണ്. ഒരുപാട് കൃഷിക്കാർ, ഏറെയുള്ള കൃഷിക്കാർ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കൃഷിയുള്ള, വളരെ വൈവിധ്യങ്ങളായ കൃഷിയുള്ള ഒരു മേഖലയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡ് ഈ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ്. പേരാമ്പ്രയുടെ വികസനത്തിന് വലിയ രീതിയിൽ സാധ്യമാകുന്ന ഒരു റോഡാണല്ലോ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്. ഈ ചുരങ്ങളില്ലാതെ ബദൽ മാർഗമാണ്. ചുരമില്ലാതെ വയനാട്ടിലേക്ക് പോകാൻ പറ്റും. വളരെ നിസ്സാരമായിട്ടുള്ള സമയം കൊണ്ട് എത്താൻ പറ്റും. വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഈ റോഡ് എന്താ യാഥാർത്ഥ്യമാകാത്തത്? ഈ റോഡ് കെ. കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ് തറക്കല്ലിട്ടത്.
അതിനുശേഷം എത്ര പ്രാവശ്യം ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിച്ചു? ഇവിടുത്തെ MP അദ്ദേഹത്തിൻ്റെ മകനായിരുന്നില്ലേ? ഈ റോഡിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു സർവേക്ക് വേണ്ടി ഒരു പൈസ പാസ്സാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ഈ റോഡിനെ കുറിച്ച് ഇവർക്ക് ഓർമ്മ വരുന്നത്. കെ കരുണാകരൻ തറക്കല്ലിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ റോഡ് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമാകാത്തത്? വയനാട്ടിലേക്ക് ചുരമില്ലാത്തൊരു പാത. ഞാൻ ഇന്നലെ വിലങ്ങാട് ഭാഗത്ത് പോയപ്പോൾ വിലങ്ങാടുള്ള പൗരസമിതിയും കുറേ ആളുകളും കൂടെ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. വിലങ്ങാട് നിന്ന് വയനാട് പൂക്കോമിലേക്കുള്ള റോഡ്. ആ റോഡ് വളരെ പെട്ടെന്ന് പണി തീർക്കാൻ സാധിക്കുന്ന റോഡാണ്. ആ പ്രപ്പോസൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഭൂപേന്ദ്ര യാദവ്ജി വന്ന സമയത്ത് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയം അവരുടെ അനുമതി കൂടി ചില കാര്യങ്ങൾക്ക് വേണം, ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് തീരുമാനമെടുത്തത്. ആ റോഡിന് വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്. നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായിട്ട് ഞങ്ങൾ ഇടപെടലുകൾ നടത്തും. ഇത് യാഥാർത്ഥ്യമായേ പറ്റുള്ളൂ. ഇവിടെ ഭരിച്ച ഇവിടെ കോൺഗ്രസും CPM-ഉം ഈ വികസനത്തിനെതിരാണ്. അവർ ഈ റോഡിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പണം അതാണ്. ഏത് ആളുകളെയാണ് അതിൻ്റെ ആഘാത പഠനമൊക്കെ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതെന്നുള്ളത് ഭഗവാൻ അറിയാം. എന്തായാലും ഈ കാര്യം പേരാമ്പ്രയിൽ വളരെ ശക്തമായി ഞാൻ ഉന്നയിക്കുകയാണ്. നമുക്ക് വന്യജീവി ആക്രമണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെയുള്ള മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പറയുന്നത് പന്നിയെ പേടിച്ചിറങ്ങാൻ പറ്റുന്നില്ല, ആനയെ പേടിച്ചിറങ്ങാൻ പറ്റുന്നില്ല, റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് രാവിലെ പോകാൻ പേടിയാണ്. ആകെ അല്ലെങ്കിൽ തന്നെ ഒന്നിനും പൈസ ഇല്ല. റബ്ബർ വെട്ടോ ആനയുണ്ടോ പുലിയുണ്ടോ സിംഹമുണ്ടോ അല്ലെങ്കിൽ പുലിയുണ്ടോ കടുവയുണ്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല. ജനങ്ങളുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാർ കൊടുത്ത പണമല്ലാതെ നഷ്ടപരിഹാരമായിട്ട് സംസ്ഥാന സർക്കാർ എന്താ ചില്ലിക്കാശ് കൊടുക്കാത്തത്? ഇവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായിട്ട് നടപടിയും സ്വീകരിക്കുന്നില്ലല്ലോ. ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹാങ്ങിങ് ഫെൻസിങ്ങും ഇല്ല. വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം കടന്നു വരാം. കിടങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ പേരാമ്പ്ര ഭാഗത്തുണ്ടാക്കിയ കിടങ്ങിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ കിടങ്ങുകൾക്കൊരു മാനദണ്ഡമുണ്ട്. ഇത്ര മീറ്റർ 3 മീറ്ററിൽ കൂടുതൽ ആഴം വേണം, 3 മീറ്റർ വീതി വേണം. ഇവിടെ JCBയുടെ കൈ പോകുന്ന ദൂരത്തിൽ കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മഴ പെയ്യുമ്പോഴേക്ക് ആ കിടങ്ങ് നികത്തപ്പെടുകയാണ്. വന്യമൃഗങ്ങൾ യഥേഷ്ടം കടന്നു വരികയാണ്. എല്ലാം ആക്രമിക്കപ്പെടുന്നു. തെങ്ങ് നശിപ്പിക്കുന്നു, കവുങ്ങ് നശിപ്പിക്കുന്നു, റബ്ബർ നശിപ്പിക്കുന്നു. ഒരു തെങ്ങിന് കിട്ടുന്ന നഷ്ടപരിഹാരം 500 രൂപ. എത്ര കൊല്ലം മുമ്പുള്ള നഷ്ടപരിഹാരമാണ്? എന്താണ് കാലാനുസൃതമായി ഈ നഷ്ടപരിഹാരം പുതുക്കാൻ സാധിക്കാത്തത്? മൃഗങ്ങൾ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് സാധിക്കാത്തത്? കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കോടികൾ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്? സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് കേരളത്തിന് കൊടുക്കുന്നുണ്ട്. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ എന്താ കേരളം തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷി നശിച്ചു കഴിഞ്ഞാൽ അതിനാനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാത്തത്? കൃഷിക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത സർക്കാരായിട്ട് ഈ പിണറായി സർക്കാരിൻ്റെ മുഖത്തോട്ട് എത്ര പേരാണ് മരിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പോൾ മിനിസ്റ്ററുടെ കൂടെ ഞാനുണ്ടായിരുന്നു. പുലി പകുതി ശരീരം ഭക്ഷിച്ചു. ആ വീട്ടിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഭീകരത കാണണം. പകുതി ശരീരം ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു പുലി. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വനവാസി സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കാട്ടിൽ താമസിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾ ഇതുവരെ പുലിയെയും കടുവയൊന്നും കണ്ടിട്ടില്ല. ആനയെ എപ്പോഴെങ്കിലും കണ്ടാൽ കണ്ടു, പക്ഷെ ഇപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാട്ടിൽ ജീവിക്കാൻ ഇതിനു മുമ്പ് ഉണ്ടായില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? കേരളത്തിനേക്കാൾ കൂടുതൽ വനമേഖലകളുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? അവിടെയൊക്കെ ഫലപ്രദമായി ഈ കാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഇതൊന്നും നടപ്പിലാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭരണകൂടം ഇതിനൊന്നും കഴിവില്ലാത്തവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരും. പ്രധാനമായിട്ട് പെരുവണ്ണാമൂഴി, അതുപോലെ എന്താണ് പെരുവണ്ണാമൂഴിയിലെ CRPF കേന്ദ്രത്തിന് സ്ഥലം ഏറ്റെടുപ്പ് നടത്തി അത് പ്രാവർത്തികമാകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യും. ദേശീയ രാഷ്ട്രീയം അതുപോലെ തന്നെ പ്രാദേശികമായ രാഷ്ട്രീയം എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ പ്രതീക്ഷയോടുകൂടി വോട്ടർമാരെ കാണുന്ന സമയത്ത് പ്രധാനമന്ത്രി നൽകിയ പദ്ധതികളില്ലാത്ത ഒരാൾ പോലും, കിട്ടാത്ത ഒരാൾ പോലും ഈ മേഖലകളിലില്ല. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് കിട്ടിയിട്ടുണ്ട്, ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്.
ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദയനീയമായിട്ടുള്ള കാര്യം. ഞാൻ ഇന്ന് ഈ മേപ്പിയൂർ ഹൈസ്കൂളിൻ്റെ പേരാമ്പ്ര ഹൈസ്കൂൾ അല്ലേ, പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ മുകളിലുള്ള ആ കോളനി സന്ദർശിച്ചിരുന്നു, സാംബവ കോളനി. സാംബവ കോളനി. ആ കോളനിയിൽ ഒരു മരിച്ച വീട്ടിൽ പോയതായിരുന്നു. ഇപ്പോഴും ആ സ്കൂൾ ഇറങ്ങി വരുമ്പോഴാണ് ആ സ്കൂള്, ഞാൻ പണ്ട് സുരേഷ് ഗോപി MP സമയത്ത് ആ സ്കൂളിൽ പോയിരുന്നു. അന്ന് അവിടെ അയിത്തം ഉണ്ടായിരുന്നു, മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ അവിടെ ചേർക്കില്ല എന്നൊക്കെയുള്ള വിഷയം അറിഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി. ഞാൻ വിചാരിച്ചതൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇന്ന് ആ സ്കൂളിൽ പോയ സമയത്ത്. ആ വിഭാഗത്തിൻ്റെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ, അവരുടെ കൂടെ പറഞ്ഞേക്കാൻ ഒരാളും തയ്യാറല്ല. പ്രബുദ്ധമായ കേരളമാണ്, 100% സാക്ഷരതയുള്ള കേരളമാണ്, മലയാളികളാണ്. നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് അഭിമാനിക്കുന്നത്. ഈ മലയാള നാട്ടിലാണ്, ഈ കേരളത്തിലാണ് ഒരു ജാതിക്കാർ മാത്രം പഠിക്കുന്ന സ്കൂളുള്ളത്. വേറെ ഒരു ജാതിയിൽപ്പെട്ട ആളുകളും ആ സ്കൂളിൽ പഠിക്കുന്നില്ല, കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. എന്ത് ഗതികേടാണ്! ഇതാണോ കേരളത്തിൻ്റെ പുരോഗതി? നമ്മുടെ മേപ്പയ്യൂരിലാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ സങ്കടം തോന്നുകയാണ്. ദയവ് ചെയ്ത് പേരാമ്പ്ര ദയവ് ചെയ്ത് ആ സ്കൂൾ പൂട്ടണം. എന്തിനാ സ്കൂൾ? അവിടുത്തെ കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർക്കണം. 4 കുട്ടികളോ 5 കുട്ടികളോ 6 കുട്ടികളെ ഇപ്പോൾ ഉള്ളവിടെ, 4-5 അധ്യാപകരുമുണ്ട്. പാവമക്കൾ, നന്നായി ചിത്രം വരക്കാൻ അറിയുന്ന മക്കൾ, നന്നായി പാട്ട് പാടാൻ അറിയുന്ന മക്കൾ. ഞാൻ ചെല്ലുമ്പോൾ അവരൊക്കെ കൂടി ഒരു നല്ല മനോഹരമായ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അധ്യാപകർ, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്ര മനോഹരമായിട്ട് കായികപരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മക്കൾ, ആ മക്കളുടെ കൂടെയാണ് വേറൊരാളും പഠിക്കാത്തത്. അത്യന്തം ഖേദകരമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഒരുപാട് കുടിവെള്ളമില്ല, മലയുടെ മുകളിൽ ഇപ്പോഴും വെള്ളമില്ല. സുരേഷ് ഗോപി കൊടുത്ത റോഡുണ്ട്, അതിനുശേഷമുള്ള സ്റ്റെപ്പുണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇവർക്കൊക്കെ വേണ്ടി കൊടുത്തിരിക്കുന്ന പദ്ധതികളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനം ഒത്തി നോക്കാത്ത പ്രദേശമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.